നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുനെല്ലി പാപ്പാറയിൽ യുവതിയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ കേസും. കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് പോക്സോ കേസ് ചുമത്തിയത്. എഴയൂർക്കുന്ന് സ്വദേശി പ്രവീണയെ 34 വയസ്സുകാരിയായിട്ടുള്ള പ്രവീണയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കപ്പിലാങ്കാവ് തറയിൽ ദിലീഷ് എന്ന 37 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കൊലപാതകം, അതുപോലെ തന്നെ ഈ കൊലപാതക ശ്രമം, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രവീണയുടെ 9 വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയതിന് കേസെടുത്തിട്ടുണ്ട്. ദിലീഷ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ഇയാളെ ഇന്ന് കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. അമ്മാവനായ കേളു നോക്കി നടത്തുന്ന കണ്ണൂർ സ്വദേശിയുടെ തോട്ടത്തിലുള്ള വീട്ടിലാണ് പ്രവീണയും മക്കളും താമസിച്ചിരുന്നത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന പ്രവീണ സുഹൃത്തായ ദിലീഷുമായി പരിചയത്തിലായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഞായറാഴ്ച രാത്രി 7:30 നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടായത്. പ്രവീണയുടെ മൂത്ത മകൾ അനഘയ്ക്ക്, അതായത് 14 വയസ്സുകാരി അനഘയ്ക്ക് കഴുത്തിനും ചെവിക്കും പരിക്കേറ്റു. കുട്ടിയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിന് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൊലപാതകം നടത്തിയ വീട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാറിയുള്ള കാപ്പിത്തോട്ടത്തിലെ ആളൊഴിഞ്ഞ വീടിന് സമീപത്ത് നിന്നാണ് ദിലീഷിനെ പിടികൂടിയത്. ദിലീഷിനൊപ്പം പ്രവീണയുടെ കാണാതായ മക്കളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഓടുമേഞ്ഞ വീടിനോട് ചേർന്ന് നിർമ്മിച്ച മുറിയുടെ ടെറസിൽ കത്തിയുമായി നിൽക്കുകയായിരുന്നു ദിലീഷിനെ വനപാലകരുടെ സഹായത്തോടെയാണ് പിടികൂടിയത്. കുട്ടിയെ തിരുനെല്ലി പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. അരുങ്കുലയ്ക്ക് നയിച്ചത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലുകളാണെന്നാണ് വ്യക്തമാകുന്നത്. പങ്കാളിയുടെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലാകുമ്പോൾ പുറത്തുവരുന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും പ്രതികാരവുമാണ്. സംഭവത്തിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് തിരുനെല്ലി ചേക്കാടിയിൽ താമസിക്കുന്ന യുവതി ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. രാത്രി മുഴുവൻ നീണ്ട തെരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇവർ മക്കൾക്കൊപ്പമാണ് ചേക്കാടിയിൽ താമസിച്ചത്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ മൂത്ത മകളെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇളയ കുട്ടിയെയും ദിലീഷിനെയും കാണാതായിരുന്നു. ഇളയ കുട്ടി ആക്രമണം കണ്ട ഭയന്ന കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാം എന്നാണ് നിഗമനം. തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോയിരുന്നു. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്ക് അപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവം അറിഞ്ഞ തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരിസര പ്രദേശങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. യുവതിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമല്ല. മറ്റൊരാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത്. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. അടുത്തിടെ ദിലീഷുമായി യുവതി അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെ ആയുധം ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ മൂത്ത മകൾ പരിസരവാസികളെ അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്.